ആരെയും പേടിക്കണമെന്നാ പറഞ്ഞിരിക്കണത് കർത്താവിന്റെ വചനം. ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. അത് കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവരെ മാത്രം പേടിക്കാൻ പറയുമ്പോൾ എൻ്റെ ദൈവത്തിനെ, ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവത്തെ മാത്രമേ പേടിക്കത്തുള്ളൂ. പറയുക, മനസ്സിൽ കൊടുക്കുക, എൻ്റെ ദൈവത്തെ മാത്രം ഞാൻ ഭയപ്പെടുത്തുള്ളൂ. ഞാൻ കാലത്തെയോ കാലന്മാരെയോ മനുഷ്യരെയോ ഒന്നും ഭയപ്പെടുത്തില്ല. അതുപോലെ തന്നെ കർത്താവ്, അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മശക്തിയുടെ വെളിച്ചം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മധൈര്യത്തിന്റെ അഭിഷേകം നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങൾ ഇസ്രയേലിൽ കർത്താവ് അങ്ങയുടെ ദൂതൻ കടന്നു പോയപ്പോൾ കർത്താവ് ആ മക്കളെ സംരക്ഷിച്ചതുപോലെ നീ ആ മക്കളെ സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ ഏത് ഭവനത്തെ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് കർത്താവിന്റെ നാമത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ വചനത്തിന്റെ വെളിച്ചത്തിൽ കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ 39 കൊല്ലത്തെ പൗരോഹിത്യത്തിന്റെ എല്ലാ ആയുസോടും കൂടി അമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ എല്ലാ യോഗ്യതയും കൂടി അതിന്റെ അടിസ്ഥാനത്തിൽ കൃപ നടന്ന 10,000-കണക്കിന് ആരാധനകളുടെ മുഴുവൻ ശക്തി ദൈവഭക്തരെ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ കുടുംബത്തിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന ഓരോ കാര്യങ്ങളും, നിന്നെ മ്ലാനമാക്കുന്ന ഓരോ സാഹചര്യങ്ങളും, നിന്നെ അലട്ടുന്ന ഓരോ സങ്കടങ്ങളും എങ്ങനെയാണ് കൊടുങ്കാറ്റിലെ മഞ്ഞുനീര് ഒരുകിപ്പോകുന്ന പോലെ, കാറ്റിലെ മേഘം തുരത്തപ്പെടുന്ന പോലെ നിന്റെ ആധിക ഭീതികളെ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ നീങ്ങിപ്പോകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ.